ഓക്കെ. അപ്പോൾ എത്രയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത്? നമ്മളെ കൺസ്യൂമർ ബിഹേവിയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ബ്രോഡായിട്ട് നമ്മൾ 5 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ അതിലെ സബ് പോയിന്റ്സും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് കൾച്ചറൽ, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ഓക്കെ, ബിഹേവിയർ ആണ് നെക്സ്റ്റ് ഹെഡിങ്. എന്താണ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കൺസ്യൂമർ ബിഹേവിയേഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ ബൈഹിം ബിഹേവിയറും ഡിസ്കസ് ചെയ്താണ്. ദെൻ ടൈപ്സ് ഓഫ് ബൈഹിം ബിഹേവിയർ ആണ് നെക്സ്റ്റ് പറയുന്നത്. 4ആയിട്ടാണ് ബൈഹിം ബിഹേവിയേഴ്സിനെ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത്. ഫസ്റ്റ് വൺ ആണ് കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ, സെക്കൻഡ് വൺ ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ, ദെൻ തേർഡ് വൺ ആബിച്വൽ ബൈഹിം ബിഹേവിയർ, ദെൻ ഫോർത്ത് വൺ വെറൈറ്റി സീക്കിംഗ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കുക, കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ഹൈലി ഇൻവോൾവ്ഡ് ഇൻ പർച്ചേസ് ആൻഡ് പെർസീവ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ബ്രാൻഡ്സ് ആണ്. കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ ആണ്. ഹൈലി ഇൻവോൾവ്ഡ് ഇൻ പർച്ചേസ് ആൻഡ് പെർസീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് എമംഗ് ബ്രാൻഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പർച്ചേസ് ഡിസിഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബൈഹിം ബിഹേവിയർ ആണ് കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ബ്രാൻഡ്സ് ആണ്. ബ്രാൻഡ്സ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് താനും. ഓക്കെ, ഈ രീതിയിലുള്ള ബൈഹിം ബിഹേവിയേഴ്സിനാണ് നമ്മൾ കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബൈഹിം ഡിസിഷൻസ് ആണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ദി ബ്രാൻഡ്സ് ആണ്. ബ്രാൻഡ്സുകൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉള്ള ബൈഹിം ബിഹേവിയർസിനാണ് നമ്മൾ കോംപ്ലക്സ് ബൈഹിം ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ മോട്ടോർ സൈക്കിൾസ്, അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വെഹിക്കിൾ ഇൻഡസ്ട്രീസിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്, ബൈ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ഒരു പർച്ചേസ് ഡിസിഷൻസിന് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പർച്ചേസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് പർച്ചേസ് ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യുള്ളൂ. ഈ ഒരു ഇൻഡസ്ട്രിയലിസിന് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ കോംപ്ലക്സ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ദെൻ സെക്കൻഡ് ആണ് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. highly involved in particular uh, highly involved in a purchase but sees little difference in brands. Okay, ഹൈ ഇൻവോൾവ് ഇൻ പർച്ചേസ് ആണ്. പർച്ചേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് സീസ് ലിറ്റിൽ ഡിഫറൻസ് ഇൻ ബ്രാൻഡ്സ് ആണ്. ബട്ട് എന്താണ് ബ്രാൻഡ്സ് നമ്മൾ എന്താണ് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർബിൾ, ടൈല്, ഓക്കെ, ഈ ബ്രാൻഡ്സ് നമ്മൾ വലിയ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ പർച്ചേസ് ഡിഷ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് പർച്ചേസ് ഡിഷ് നമ്മൾ ബേക്ക് ചെയ്യുള്ളൂ. പക്ഷെ എന്താണ് ലിറ്റിൽ ഡിഫറൻസ് എമംഗ് ദി ബ്രാൻഡ്സ് ആണ്. ബ്രാൻഡ്സ് നമ്മൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ടൈല് ചൂസ് ചെയ്യുകയാണെങ്കിലും മാർബിൾസ് ആണെങ്കിലൊക്കെ ഡിസോണൻസ് റെഡ്യൂസിങ് ബൈഹിം ബിഹേവിയേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ തേർഡ് വൺ habitual ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ലോ കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് ആൻഡ് ദി ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ബ്രാൻഡ് ഡിഫറൻസ് ആണ്. ഓക്കെ, ഇവിടെ കൺസ്യൂമേഴ്സിന് ഇൻവോൾവ്മെന്റും കുറവാണ്, അതുപോലെ തന്നെ ബ്രാൻഡ് ഡിഫറൻസും തീരെ ഇല്ല. ഓക്കെ, അതിന് അങ്ങനത്തതാണ് habitual ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ഇപ്പം മാച്ച് ബോക്സ്, ഓക്കെ, ഇപ്പം അതൊക്കെ എന്താണ് ഒരു സാൾട്ട്, ഇതൊക്കെ നമ്മൾക്ക് എന്താണ് ലോ ഇൻവോൾവ്മെന്റ് ആണ്. പർച്ചേസ് ഡിസിഷൻസ് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കില്ല. ഏത് പ്രോഡക്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആണ് അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യും. ഓക്കെ, അല്ലാതെ കൺസ്യൂമർ അതിൻ്റെ ഡിസിഷൻ മേക്കിങ് നമ്മൾ കൂടുതലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രാൻഡ് ഡിഫറൻസ് തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തീരെ ഇല്ലതാണ്. ഓക്കെ, ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ഹാബിച്വൽ ബൈഹിം ബിഹേവിയറിൽ വരുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് വെറൈറ്റി സീക്കിംഗ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ലോ കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് ബട്ട് സിഗ്നിഫിക്കൻറ്റ് ബ്രാൻഡ് ഡിഫറൻസ് ആണ്. ഓക്കെ, ലോ കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് ആണ് ബട്ട് സിഗ്നിഫിക്കൻറ്റ് ബ്രാൻഡ് ഡിഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐസ്ക്രീംസ്, ഓക്കെ, ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ലോ കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് ആണ്. കൺസ്യൂമേഴ്സ് അതിനെ കുറിച്ചായിട്ട് കൂടുതൽ ബോധേഡ് അല്ല ഏത് പ്രൊഡക്റ്റ് വേണം ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത്. പക്ഷെ എന്താണ് ബ്രാൻഡ്സുകൾ തമ്മിൽ എന്താണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ എത്രയാണ് 4 ടൈപ്സ് ഓഫ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. കോംപ്ലക്സ്, ഡിസോണൻസ് റെഡ്യൂസിങ് ബൈഹിം ബിഹേവിയർ, habitual ബൈഹിം ബിഹേവിയർ, ദെൻ വെറൈറ്റി സീക്കിംഗ് ബൈഹിം ബിഹേവിയർ എന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? കോംപ്ലക്സ് നമ്മൾ പറഞ്ഞു ഐ ഇൻവോൾവ് ഇൻ പർച്ചേസ് ഡിഷും ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ബ്രാൻഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ, മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രീസ് ഒക്കെ. ദെൻ ഡിസോണൻസ് റെഡ്യൂസിങ് നമ്മൾ പറഞ്ഞു ഐ ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ് ബട്ട് ലിറ്റിൽ ഡിഫറൻസ് ഇൻ ബ്രാൻഡ്സ് ആണ്. എക്സാമ്പിൾ മാർബിൾ, ടൈൽ കാര്യങ്ങളൊക്കെ. ദെൻ ഹാബിച്വൽ ആണെങ്കിൽ ലോ ഇൻവോൾവ്മെന്റും അതുപോലെ തന്നെ ലിറ്റിൽ ഡിഫറൻസ് ഇൻ ബ്രാൻഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ മാർബിൾ, ടൈൽ, കാര്യങ്ങളൊക്കെ. ദെൻ ഡിസോണൻസ് റെഡ്യൂസിങ് നമ്മൾ പറഞ്ഞു ഐ ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ് ബട്ട് ലിറ്റിൽ ഡിഫറൻസ് ഇൻ ബ്രാൻഡ്സ് ആണ്. എക്സാമ്പിൾ
ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ബ്രാൻഡ് ഡിഫറൻസും ആണ്. ഇപ്പോൾ മാച്ച് ബോക്സ്, സാൾട്ട് ഒക്കെ. ദെൻ വെറൈറ്റി സീക്കിങ്ങിൽ ലോ കൺസ്യൂമർ ഇൻവോൾവ്മെൻറ്റും ദെൻ സിഗ്നിഫിക്കൻറ്റ് ബ്രാൻഡ് ഡിഫറൻസും ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐസ്ക്രീംസ് ഒക്കെ. ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയേഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വാട്ട് മീൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഓർ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ദ മാർക്കറ്റ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് കസ്റ്റമർ ഓൺ ദി ബേസ് ഓഫ് ലൊക്കേഷൻ, ഇൻകം, ഏജ്, എഡ്യൂക്കേഷൻ ആൻഡ് സെക്സ്. ഡിഫറെന്റ് ക്രൈറ്റീരിയാസിന്റെ ബേസിൽ നമ്മൾ എൻറ്റയർ മാർക്കറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണതിനാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സിംപ്ലി മീൻസ് ഡിവൈഡിങ് മാർക്കറ്റ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൻറ്റയർ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മീനിങ് പറയേണ്ടത്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഹാവിങ് സിമിലർ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സിമിലർ നീഡ്സോ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് സിമിലർ നീഡ്സും ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള കസ്റ്റമേഴ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. Market segmentation is the strategy of dividing the market in order to conquer them. It is the process of dividing a market into smaller groups of buyers with distinct needs, characteristics, or behavior who might require separate products or marketing mix. Okay, separate product marketing mix ഉള്ള കൺസ്യൂമേഴ്സിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷന് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ദ ബൈയിങ് ബിഹേവിയർ ആണ്. കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം എൻറ്റയർ മാർക്കറ്റ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ആ ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ചപ്പൽസ് ആണെങ്കിൽ മെൻസ് ഫീമെയിൽ എന്നുള്ള ഡിഫറെന്റ് ചപ്പൽസ് ഉണ്ട്. അതിൽ തന്നെ എന്താണ് സൈസിന്റെ ബേസിലാണ് എന്ത് ചപ്പൽസ് പ്രൊഡ്യൂസ് ചെയ്യണേ. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ എന്താണ് വെജ്, നോൺ വെജ് ആണ്. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കി ആ ഓരോ ഗ്രൂപ്പ്സിന്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആണ്. മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്യാൻ, പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ, കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ലെവലിൽ എത്തിക്കാൻ, ദെൻ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ക്രൈറ്റീരിയാസ് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ക്രൈറ്റീരിയാസ് ആണ്. ഫസ്റ്റ് ആണ് നമ്മൾ നോക്കുക ഹോമോജിനിറ്റി ആണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് ആണ്. ഫസ്റ്റ് ഹോമോജിനിറ്റി. സെഗ്മെന്റേഷൻസ് ഒക്കെ എന്താണ്, സിമിലർ ആയിരിക്കണം. ഒരു സെഗ്മെന്റേഷൻ വിത്തിൻ എ സെഗ്മെന്റേഷൻ, ഒരു സെഗ്മെന്റേഷന്റെ ഉള്ളിലുള്ള കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും നീഡ്സും വാണ്ട്സും എന്താണ് സിമിലർ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഓൺ മെഷറബിലിറ്റി ആണ്. ആ ഒരു ഗ്രൂപ്പ്സിന് ആ ഒരു സെഗ്മെന്റേഷന്റെ പർച്ചേസിംഗ് പവർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, ആ ഒരു ഓരോ സെഗ്മെന്റേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം, അവരെ പർച്ചേസിംഗ് പവറും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. തേർഡ് വൺ സബ്സ്റ്റാൻഷ്യാലിറ്റി ആണ്. ഓക്കെ, സെഗ്മെന്റ് മസ്റ്റ് ബി ലാർജ് എനഫ് ടു ജനറേറ്റ് സെയിൽസ് ആൻഡ് സബ്സ്റ്റൻഷ്യൽ പ്രോഫിറ്റ്. സബ്സ്റ്റൻഷ്യൽ ആയിരിക്കണം നമ്മളെ സെഗ്മെന്റ് എന്നുള്ളത്. ആ സെഗ്മെന്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അവിടെ സെയിൽസ് നടത്താനും അതിന്ന് പ്രോഫിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു സെഗ്മെന്റേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെഗ്മെന്റേഷൻ നടത്തുകയാണ്. ഇപ്പൊ ഡോക്ടേഴ്സിനുള്ള ചപ്പൽസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മൾ കോളേജ് ചപ്പൽസിൽ സ്റ്റുഡൻസിന് നമുക്ക് പുതിയ ഷൂസോ ചപ്പൽസോ ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഡോക്ടേഴ്സിന് മാത്രമായിട്ട് നമ്മൾ ചപ്പൽസ് പ്രൊഡ്യൂസ് ചെയ്താൽ സബ്സ്റ്റൻഷ്യൽ ആവുക, അവിടുന്ന് മാത്രം പ്രോഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റാൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആക്സസിബിലിറ്റി എന്നുള്ളത്. മാർക്കറ്റ് ഷുഡ് ബി ആബിൾ ടു റീച്ച് ദ മാർക്കറ്റ് സെഗ്മെന്റ് അറ്റ് ലോവർ കോസ്റ്റ്. ലോവർ കോസ്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ റീച്ച് ചെയ്യാൻ പറ്റിയിരിക്കുന്നതാണ്. ആ മാർക്കറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത്. സഫിഷ്യന്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻ ദ സെഗ്മെന്റ് സെലക്ടഡ്. ആ ഒരു സെഗ്മെന്റിന് സഫിഷ്യന്റ് ഡിമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദ റെസ്പോൺസീവ്നെസ് എന്നുള്ളത്. The consumers in segment must be respond positively to firms offering. ഫേംസിന്റെ ഓഫർ ആയിട്ട് പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന സെഗ്മെന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ദ ലാസ്റ്റ് വൺ ആണ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ ഗ്രോത്ത് ആണ്. ആ ഒരു സെഗ്മെന്റിന് ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് ഒരു സക്സസ്ഫുൾ സെഗ്മെന്റേഷന് വേണ്ടതിൽ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹോമോജീനിയസ് ആയിരിക്കണം, ദെൻ മെഷറബിലിറ്റി ഉണ്ടായിരിക്കണം, ദെൻ substantiality, then accessibility, then profitability, responsiveness and growth potential. Okay,
അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വയൽ സക്സസ്ഫുൾ സെഗ്മെന്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്നുള്ളത്. Then basis of market segmentation or methods of segmentation are different methods ആണ് segmentation conduct ചെയ്യാനുള്ള different methods അല്ലെങ്കിൽ basis ആണ്. ഓക്കെ, ഏതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യണതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസും തമ്മിൽ പോയിന്റ്സുകൾ തമ്മിൽ സിമിലാരിറ്റി തോന്നും. ഓക്കെ, ചില പോയിന്റ്സ് റിപ്പീറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇതും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. മെത്തേഡ്സ് ഓഫ് സെഗ്മെന്റേഷൻ ഓർ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ പറഞ്ഞു ഡിവൈഡിങ് ദി എൻറ്റയർ മാർക്കറ്റ് ടു സബ് ഗ്രൂപ്പ്സ് ആണ്. എൻറ്റയർ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ബേസിലാവാം അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ മെത്തേഡ്സിലാവാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ആണ് എന്ത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പീപ്പിൾ ഓർ പോപ്പുലേഷൻ ആണ്. എൻറ്റയർ പീപ്പിൾ ഓർ പോപ്പുലേഷൻ്റെ ബേസ് അതിൻ്റെ കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആണ്. ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണ് ഡെമോഗ്രാഫിക് എന്നുള്ളത്. അതിൻ്റെ സൈസ്, ഡെൻസിറ്റി, ലൊക്കേഷൻ, ഏജ്, സെക്സ്, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെയാണ് ഇതിൽ വേരിയബിൾസ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ. അപ്പോൾ നോക്കുക, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഏജ് എന്നുള്ളത്. ഏജിന്റെ ബേസിൽ നമുക്ക് ഡിഫറെന്റ് ക്ലാസ് സെഗ്മെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബിലോ 10 to 20 എന്നുള്ള ഏജ് ഗ്രൂപ്പിൽ അഡൾട്ട് എന്നുള്ള രീതിയിലുള്ള ഏജിന്റെ ഗ്രൂപ്പ്സിൽ എന്നുള്ള മാർക്കറ്റ് നമുക്ക് ഡിഫറെന്റ് സെഗ്മെന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് സെക്സ് എന്നുള്ള ജെൻഡറിന്റെ ബേസിൽ മെയിൽ ഫീമെയിൽ എന്നുള്ളതിന്റെ കേസിൽ നിന്നാണ് നമുക്ക് മാർക്കറ്റ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ എന്താണ് ഈ ഒരു ബേസിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ജെൻസ് ലേഡീസ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഫാമിലി ലൈഫ് സൈക്കിൾ ആണ്. ഫാമിലി ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജസിന്റെ ബേസിൽ റിലീജിയൻ ആണ്. റിലീജിയൻ, ഓക്കെ, റിലീജിയൻ ആൻഡ് കാസ്റ്റിന്റെ ബേസിൽ ഇസ്ലാം, മുസ്ലിം അല്ല ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നുള്ളത്. ദെൻ ഇൻകം ബേസിൽ ഹൈ ഇൻകം ഗ്രൂപ്പ്സ്, ലോ ഇൻകം ഗ്രൂപ്പ്സ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ വെഹിക്കിൾ ഇൻഡസ്ട്രീസ് ഒക്കെ എന്താണ് ഈ ഒരു ഗ്രൂപ്പ്സിന്റെ ബേസിലാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഹൈ ഇൻകം ഗ്രൂപ്പ്സിലാണ് അവർ ലക്ഷറി വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഒക്യുപ്പേഷൻ, ഓക്കെ, ഒക്യുപ്പേഷന്റെ ബേസിൽ. ദെൻ ഫാമിലി സൈസ്, ന്യൂക്ലിയർ ഫാമിലി ആണോ ജോയിന്റ് ഫാമിലി ആണോ. ദെൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻസിന്റെ ബേസിൽ. അപ്പോൾ ഇത്രയും ഡെമോഗ്രാഫിക് വേരിയബിൾസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനാണ് ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്. ഏജ്, സെക്സ്, ഫാമിലീസ്, ലൈഫ് സൈക്കിൾ, റിലീജിയൻ, ഇൻകം, ഒക്യുപ്പേഷൻ, ഫാമിലി സൈസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ദെൻ സെക്കൻഡ് മെത്തേഡാണ് ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ യൂണിറ്റ്സ് ആണ്. നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയാസിന്റെ അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ ബേസിലുള്ള സെഗ്മെന്റേഷൻ ആണ് നമ്മൾ ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞത്. ജോഗ്രഫിക്കൽ ഏരിയാസ് ആണ്. ക്ലൈമറ്റ് കണ്ടീഷന്റെ, ഡെൻസിറ്റിന്റെ, പോപ്പുലേഷന്റെ ബേസിൽ നമുക്ക് ഡിഫറെന്റ് സെഗ്മെന്റ് ചെയ്യാന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏരിയ എന്നുള്ളത്. ഏരിയ എന്ന് പറഞ്ഞാൽ കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയൻസ്, ഡിസ്ട്രിക്ട്സ്, ഏരിയാസ്, ഡിഫറെന്റ് ഏരിയാസിന്റെ ബേസിൽ നമുക്ക് എന്താണ് മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നുള്ള രീതിയിൽ എന്താണ് ഡിഫറെന്റ് പ്രൊഡക്ട്സ് അവർക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാന്നുള്ള ഡിഫറെന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയൻസിന്റെ ബേസിലൊക്കെ. സെക്കൻഡ് വൺ ആണ് ക്ലൈമറ്റിന്റെ ബേസിൽ. ഹോട്ട്, കോൾഡ്, റൈനി, ഹ്യൂമിഡ് ഈ ബേസിൽ നിന്നാണ് ക്ലൈമറ്റിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് പോപ്പുലേഷൻ, ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, അർബൺ, സബർബൻ, റൂറൽ. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഇതിന്റെ ജോഗ്രഫിക് സെഗ്മെന്റേഷന്റെ അണ്ടറിൽ വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്നുള്ളത്. Okay, behavioral segmentation on. A market is to classify customers on the basis of their knowledge of products, attitude towards the product, use of the product, response to the products or product characteristics. Okay, product കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ്, അതിന്റെ യൂസ്, അതിന്റെ റെസ്പോൺസ്, ഇതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ദി ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്നുള്ളത്. ബേസ്ഡ് ഓൺ ബയേഴ്സിന്റെ ബിഹേവിയർ ആണ്. ബിഹേവിയേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ദി ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഒക്കേഷൻ സെഗ്മെന്റേഷൻ എന്നുള്ളത്. ബൈ ഡിഫറെന്റ് പ്രോഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സ്, ഡിഫറെന്റ് ഒക്കേഷൻ ഓർ സിറ്റുവേഷൻ, റെഗുലർ ഓർ സ്പെഷ്യൽ ഒക്കേഷൻസ്. ഓക്കെ, ഒക്കേഷന്റെ ബേസിൽ നമുക്ക് എന്താണ് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. ഒക്കേഷൻ റെഗുലർ ഒക്കേഷൻസും ഉണ്ടാവും, സ്പെഷ്യൽ ഒക്കേഷൻസും ഉണ്ടാവും. ഇപ്പോൾ ബർത്ത്ഡേസ് എന്നുള്ളത് റെഗുലർ ഒക്കേഷൻസ് ആണ്, ഓരോ ഇയർലി എന്നാണ് ബർത്ത്ഡേസ് നടക്കുന്നതാണ്. സ്പെഷ്യൽ ഒക്കേഷൻ മാരേജ്. ഓക്കെ, മാരേജ് എന്താണ് സ്പെഷ്യൽ ഒക്കേഷൻസ് ആണ്. അറ്റ് എ ടൈംസ് വൺസ് മാത്രം എന്താണ് ഈ ഒരു ഒക്കേഷൻസ് കണ്ടക്ട് ചെയ്യണുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ റെഗുലർ ഒക്കേഷനും സ്പെഷ്യൽ ഒക്കേഷനും ഈ ഒരു ഒക്കേഷന്റെ ബേസിലാണ് ഡിഫറെന്റ് മാർക്കറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്.
Then second one ആണ് benefit segmentation എന്നുള്ളത്. Consumers seeks benefit from products. Okay. ഓരോ പ്രൊഡക്ട്സിനും ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കൺസ്യൂമേഴ്സ് സീക്ക് ചെയ്യുന്ന ബെനിഫിറ്റ്സിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റിനെ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബെനിഫിറ്റിന്റെ ബേസിൽ. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞാണ് ടൂത്ത് പേസ്റ്റിനൊക്കെ ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അതിന് ക്ലീനിങ് ആയി, ഷൈനിങ്, സ്മെല്ല്. ഓക്കെ, അപ്പോൾ ആ ബെനിഫിറ്റിന്റെ ബേസിൽ നമുക്ക് എന്താ കൺസ്യൂമേഴ്സിനെ സെഗ്മെന്റ് ചെയ്യാം. ദെൻ യൂസേജ് റൈറ്റ് ആണ്. സെഗ്മെന്റ് ഇൻ ടു ലൈറ്റ്, മീഡിയം, ഹെവി യൂസേഴ്സ്. ഓക്കെ, യൂസേജിന്റെ ബേസിൽ എന്താണ് യൂസേഴ്സിനെ നമുക്ക് സെഗ്മെന്റ് ചെയ്യുക. ലൈറ്റ് യൂസേഴ്സ്, മീഡിയം യൂസേഴ്സ്, ഹെവി യൂസേഴ്സ് എന്നുള്ളത്. The loyalty segmentation ആണ് on the base of brand loyalty. ബ്രാൻഡിന്റെ ലോയൽറ്റിന്റെ ബേസിൽ ഹാർഡ് കോർ ലോയൽ, സോഫ്റ്റ് കോർ ലോയൽ, ഷിഫ്റ്റിംഗ് ലോയൽ, സ്വിച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഹാർഡ് കോർ ലോയൽസിനെ നമ്മൾ കീപ്പ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അവരെ അതിനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോയൽറ്റി സെഗ്മെന്റേഷൻ നടത്തുന്നത്. ഓക്കെ, ഹാർഡ് കോർ ലോയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാർഡ് കോറിൽ. സോഫ്റ്റ് കോർ, ഷിഫ്റ്റിംഗ് ലോയൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ലോയൽസ് ആണ്, സ്വിച്ചേഴ്സ് ഒക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് യൂസർ സ്റ്റാറ്റസ് എന്നുള്ളത്. സെഗ്മെന്റഡ് ഇൻ ടു നോൺ യൂസേഴ്സ്. ഓക്കെ, യൂസർ സ്റ്റാറ്റസിൽ വരികയാണ്. സെഗ്മെന്റ് ഇൻ ടു നോൺ യൂസേഴ്സ്, എക്സ് യൂസേഴ്സ്, പൊട്ടൻഷ്യൽ യൂസേഴ്സ്, ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആൻഡ് റെഗുലർ യൂസേഴ്സ്. ഓക്കെ, അങ്ങനെ യൂസേഴ്സിന്റെ സ്റ്റാറ്റസിന്റെ ബേസിൽ നമുക്ക് എന്ത് യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. നോൺ യൂസേഴ്സ്, എക്സ് യൂസേഴ്സ്, പൊട്ടൻഷ്യൽ യൂസേഴ്സ്, ഫസ്റ്റ് ടൈം യൂസേഴ്സ്, റെഗുലർ യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ ലാസ്റ്റ് വൺ ആണ് ആറ്റിറ്റ്യൂഡ്സിന്റെ ബേസിൽ. ഇൻഡിവിജ്വൽസിന്റെ ആറ്റിറ്റ്യൂഡ്സിന്റെ ബേസിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇൻഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ്. ഇതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷനിൽ ഡിസ്കസ് ചെയ്തത്. ഒക്കേഷൻ സെഗ്മെന്റേഷൻ, ബെനിഫിറ്റ്, യൂസേജ് റേറ്റ്, ലോയൽറ്റി സെഗ്മെന്റേഷൻ, യൂസർ സ്റ്റാറ്റസ് സെഗ്മെന്റേഷൻ, ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്നുള്ളത്. Okay, psychographic segmentation. Psychographic segmentation is the analysis of people from the inside. Okay, from the inside ആണ്, ഒരാളെ ഉള്ളിൽ നിന്നുള്ള അനാലിസിസിനാണ് നമ്മൾ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് പീപ്പിൾ ഫ്രം ഇൻസൈഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിൽ പറഞ്ഞതാണ് ഈ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സോഷ്യൽ ക്ലാസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേ വൺസ് ലീവ് ആണ്, ഒരാൾ ജീവിക്കുന്നത് വേ ആണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്നത്. പേഴ്സൺ പാറ്റേൺ ഓഫ് ലിവിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പേഴ്സൺസ് ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ആണ് ലൈഫ് സ്റ്റൈൽ ഓഫ് കോളേജ് സ്റ്റുഡൻസ്. ഓക്കെ, പേഴ്സൺസ് പാറ്റേൺ ഓഫ് ലിവിംഗ് ആണ്, ഒരാളെ പാറ്റേൺ ഓഫ് ലിവിംഗ്സിന്റെ പാറ്റേൺ, അവരുടെ ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, ഒപ്പീനിയൻസ്. ഓക്കെ, ഇപ്പൊ ലൈഫ് സ്റ്റൈൽസിന്റെ ബേസിൽ നമുക്ക് എന്താ ഡിഫറെന്റ് ആയിട്ട് സെഗ്മെന്റ് ചെയ്യാന്നുള്ള. സെക്കൻഡ് ആണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി പറഞ്ഞാൽ പേഴ്സൺസ് യൂണിക് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് പേഴ്സണൽ ട്രയൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹാബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റിന്റെ ബേസിൽ ദെൻ സോഷ്യൽ ക്ലാസ് പറഞ്ഞാൽ ലോവർ, മിഡിൽ, അപ്പർ ക്ലാസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു എൻ്റർ മാർക്കറ്റിനെ നമുക്ക് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സെഗ്മെന്റേഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ബേസിസ് ഓഫ് സെഗ്മെന്റേഷൻ നടത്തുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ സെഗ്മെന്റേഷന്റെ സ്ട്രാറ്റജീസ്, സെഗ്മെന്റേഷന്റെ ബേസിസ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഡെമോഗ്രാഫിക് എന്നുള്ളത്. അപ്പോൾ ഡെമോഗ്രാഫിക് വേരിയബിൾസിന്റെ ബേസിൽ നമുക്ക് എന്ത് സെഗ്മെന്റേഷൻ നടത്താൻ പറ്റും. ഏജ്, ജെൻഡർ, സെക്സ്, ഫാമിലി, എഡ്യൂക്കേഷൻ, ഇൻകം എന്നുള്ളത്. ദെൻ സെക്കൻഡ് ആണ് സെക്കൻഡ് നമ്മൾ പറഞ്ഞു ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്നുള്ള. ജോഗ്രഫിക് പറഞ്ഞാൽ ക്ലൈമറ്റ്, പോപ്പുലേഷൻ, ഡെൻസിറ്റി, ഇതിന്റെ ബേസിസിൽ. ദെൻ സൈക്കോഗ്രാഫിക് പറഞ്ഞു. സൈക്കോഗ്രാഫി എന്ന ലൈഫ് സ്റ്റൈൽ, സോഷ്യൽ ക്ലാസ്, പേഴ്സണാലിറ്റി. ദെൻ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണ്. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ സ്റ്റാറ്റസ്, യൂസേജ് റൈറ്റ്, ബെനിഫിറ്റ് സോർട്ട്, ഒക്കേഷൻ, ലോയൽറ്റി, ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ മാർക്കറ്റിനെ നമുക്ക് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെഗ്മെന്റേഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ബേസിസ് ഓഫ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെഗ്മെന്റേഷൻ പ്രോസസ്സ് എന്നുള്ളത്. സെഗ്മെന്റേഷൻ പ്രോസസ് ആണ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ആണ്, അതിന്റെ സ്റ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി ഓർ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് എന്ത് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി ആണ്. മൊത്തം ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സെഗ്മെന്റേഷൻ പ്രോസസ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ദ സെക്കൻഡ് ആണ് ഡിസൈഡ് ദ ബേസിസ് ഫോർ സെഗ്മെന്റേഷൻ ദി മാർക്കറ്റ് ആണ്. ഡിസൈഡ് ദി ബേസിസ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ബേസ് ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ ഡെമോഗ്രാഫിക്കിന്റെ ബേസിലാണോ, അല്ലെങ്കിൽ ജോഗ്രഫിക്കലിന്റെ ബേസിലാണോ, അല്ലെങ്കിൽ ഗ്രാഫിക്കിന്റെ ബേസിലാണോ, ഓക്കെ, അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ബേസിലാണോ നമ്മൾ സെഗ്മെന്റ് ചെയ്യണം എന്നുള്ള ബേസ് ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് എന്നുള്ളത് ഡിസൈഡ് ദി ബേസിസ് ഓഫ് ഫോർ സെഗ്മെന്റ് ഇൻ ദി മാർക്കറ്റ് ആണ്. ദ സെക്കൻഡ് വൺ, തേർഡ് വൺ ആണ് ദി സെലക്ട് സെഗ്മെന്റേഷൻ വേരിയബിൾ. ഓക്കെ,
സെലക്ട് ചെയ്ത് സെഗ്മെന്റേഷൻ വേരിയബിൾ ആണ്. ആ ഒരു സെഗ്മെന്റിന്റെ ബേസിൽ വരുന്ന വേരിയബിൾസ് സെലക്ട് ചെയ്യാണ്. ഇപ്പൊ ഡെമോഗ്രാഫിക് വേരിയബിൾ ആണ് നമ്മൾ ബേസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വേരിയബിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഡെമോഗ്രാഫിക്കലാണ് ഏജ് ഉണ്ട്, സെക്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇൻകം ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഏത് വേരിയബിളിന്റെ ബേസിലാണ് നമ്മൾ സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യണമെന്ന് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. സെലക്ട് സെഗ്മെന്റേഷൻ വേരിയബിൾ ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് പ്രൊഫൈൽ ദ സെഗ്മെന്റ് എന്നുള്ളത്. ആ സെഗ്മെന്റ് നമ്മൾ എന്താ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണമെന്ന് പ്രൊഫൈൽ ദ സെഗ്മെന്റ്സ് എന്നുള്ളത്. പ്രൊഫൈലിംഗ് ലാർജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ സെഗ്മെന്റിനെ ഫുൾ ആയിട്ട് പ്രൊഫൈൽ ചെയ്യാന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് ആണ് ഇവാലുവേറ്റ് ദ സെഗ്മെന്റ് അട്രാക്റ്റീവ്നെസ്. ഓക്കെ, അതിന് ക്ലിയർ ആയിട്ട് എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. ദിസ് ഇസ് ഡൺ ബൈ എസ്റ്റിമേറ്റിംഗ് ദ പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ഈച്ച് സെഗ്മെന്റ്. ഓക്കെ, ഓരോ സെഗ്മെന്റിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ക്ലിയർ ആയിട്ട് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവാലുവേറ്റ് ദ സെഗ്മെന്റ് അട്രാക്റ്റീവ്നെസ്, ആ സെഗ്മെന്റിന്റെ അട്രാക്റ്റീവ്നെസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ സിക്സ്ത് ആണ് സെലക്ട് സെഗ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി സ്റ്റേറ്റിലും ഇവാലുവേറ്റ് ചെയ്ത് ഓരോ സെഗ്മെന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അപ്രോപ്രിയേറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റിനെ സെലക്ട് ചെയ്യുക. ആ സെഗ്മെന്റ് ആണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ള, അല്ലെങ്കിൽ സെലക്ട് ദ സെഗ്മെന്റ് ആണ് ലാസ്റ്റ് സിക്സ്ത് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ് മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ പ്രോസസ്സ്, അതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷന്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ അതിന്റെ ബേസ് ഡിസൈഡ് ചെയ്യാണ്. ഡിസൈഡ് ദ ബേസ് ഫോർ സെഗ്മെന്റേഷൻ ദി മാർക്കറ്റ് ആണ്. ഏത് ബേസിലാണ് നമ്മൾ സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യണമെന്നുള്ള ബേസ് ഡിസൈഡ് ചെയ്യുക. ദെൻ സെഗ്മെന്റേഷൻ വേരിയബിൾ സെലക്ട് ചെയ്യുക. ദെൻ അതിന് പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആണ് സെഗ്മെന്റേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയും 6 സ്റ്റേജസ് ആണ് സെഗ്മെന്റേഷൻ പ്രോസസ്സിനുള്ളത്. ദെൻ ഇമ്പോർട്ടൻസ് ആണ് വായിക്കുന്നില്ല. ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ്, ഇമ്പോർട്ടൻസ്. ഓക്കെ, അറിയില്ല, ഫേമിനാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ബെറ്റർ ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും, കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പറ്റും, റിസോഴ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഇന്നോവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഹയർ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും ഫേംസിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ദെൻ കൺസ്യൂമേഴ്സിനാണെങ്കിൽ കസ്റ്റമർ ഓറിയന്റഡ് ആണ് സെഗ്മെന്റേഷൻ എന്നുള്ള, ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിലൊക്കെ അവൈലബിൾ ആക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ് ആണ് പാറ്റേൺ ഓഫ് സെഗ്മെന്റേഷൻ ഓർ മാർക്കറ്റ് കവറേജ് ഓർ സെഗ്മെന്റേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളത്. സെഗ്മെന്റേഷൻ സ്ട്രാറ്റജി പാറ്റേൺ ഓഫ് സെഗ്മെന്റേഷൻ ആണ്, സെഗ്മെന്റേഷന്റെ പാറ്റേൺസ് എന്നുള്ളത്. ഇതിൽ നാലെണ്ണമാണ് പറയുന്നത്. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ്, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ്, കോൺസെൻട്രേറ്റ് മാർക്കറ്റ്, കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റ് എന്നുള്ളത്. പാറ്റേൺ ഓഫ് സെഗ്മെന്റേഷൻ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, നോക്ക് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ് എന്താണെന്നുള്ളത്. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ് ആണ്. Under this strategy, the producer or marketer does not differentiate between the different types of customers. He is the only one marketing strategist for several market segments and has only one type of products to be produced and marketed. Okay, undifferentiated market ആണ്. Producer or marketer എന്താണ്, ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം സെല് ചെയ്യുന്നതിനാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു എൻറ്റയർ മാർക്കറ്റിലേക്ക് വേണ്ടി ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, അത് മാത്രം മാർക്കറ്റ് ചെയ്യുന്നതാണ് അൺഡിഫറൻഷിയേറ്റഡ് എന്ന്. ദർ ഇസ് നോ ഡിഫറൻസ് ആണ് ഇൻ ദി മാർക്കറ്റ്സ് ആണ്. മാർക്കറ്റ്സ് നമ്മൾ യാതൊരു ഡിഫറൻസും ഇല്ല. ഇവിടെ ഒറ്റ സെഗ്മെന്റേഷൻ നടന്നില്ല. എൻറ്റയർ മാർക്കറ്റ്സിലേക്ക് വേണ്ടി ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് മാത്രമാണ് ഇത് മാർക്കറ്റ് ചെയ്യണത് എന്നുള്ളത്. എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ കൊക്കോകോല, തംസപ്പ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പൊ ഇതിന് ഇവിടെ മെയിൽസിന്റെ ബേസിലോ അല്ലെങ്കിൽ ജെൻഡറിന്റെ ബേസിലോ ഏജിന്റെ ബേസിലോ ഒന്നും എഡ്യൂക്കേഷന്റെ ഒരു ബേസിലും ക്ലാസിഫിക്കേഷൻ, എല്ലാവർക്കും ഒരൊറ്റ പ്രൊഡക്ട്സ് ആണ് കൊക്കോകോള ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, the second one differentiated product എന്നുള്ളത്. In the case of differentiated marketing, a number of market segments are identified and a different marketing mix is developed for each segment എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇൻ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിലാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് മാർക്കറ്റ് സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്യും. ആ ഓരോ മാർക്കറ്റ് സെഗ്മെന്റിലേക്കും സെപ്പറേറ്റിംഗ് മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യും. ആ ഓരോ മാർക്കറ്റും അച്ചീവ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യും. ആ ഓരോ മാർക്കറ്റിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗിൽ നമ്മൾ എൻറ്റയർ മാർക്കറ്റിനെ നമ്മൾ എന്താണ് കുറച്ച് സബ് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ
മാർക്കറ്റ് സെഗ്മെന്റേഷനിലും സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിന് അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിഫറൻഷിയേറ്റ് ആണ്, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാവും, എൻ്റയർ മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഡിഫറെൻറ്റ് മാർക്കറ്റായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കൺസ്യൂമർ പ്രോഡക്ട്സ് ഒക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ചപ്പൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലോത്ത്സ് ആണൊക്കെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ദെൻ തേർഡ് വൺ ആണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. Concentrated marketing is concerned with the concentration of all marketing efforts on one selected segment within the total segment. The producer or marketer selects a market where there is a little or no competition and it can do the best in that segment. Concentrated marketing ആണ്. ഇപ്പോൾ നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു മൊത്തം ഒരു എൻ്റയർ മാർക്കറ്റ്സിലേക്ക് മാത്രമായിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യണതിന് നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സിംഗിൾ മാർക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗിൽ. ദെൻ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ സബ്ബായിട്ട് കുറേ സെഗ്മെന്റ് ചെയ്തിരിക്കുന്ന ഓരോ സബ് സെഗ്മെന്റിനും സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്നിലധികം മാർക്കറ്റും ഉണ്ടാവും, ഒന്നിലധികം പ്രൊഡക്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. കോൺസെൻട്രേറ്റ് മാർക്കറ്റിംഗിൽ അവിടെ എൻ്റയർ മാർക്കറ്റ് നമ്മൾ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സെഗ്മെന്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഒരു സെഗ്മെന്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും, ആ ഒരു സെഗ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓൾ മാർക്കറ്റിംഗ് എഫേർട്ട് ടു വൺ സെലക്റ്റഡ് സെഗ്മെന്റ് ആണ്. സെലക്ട് ചെയ്ത ഒരു സെഗ്മെന്റിലേക്ക് മാത്രം എല്ലാ മാർക്കറ്റിംഗ് എഫേർട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക, ടോട്ടൽ മാർക്കറ്റിംഗ് എഫേർട്സ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് അത് മാത്രം മാർക്കറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഈ ഓരോ ഈച്ച് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് അവരെ ഇൻഡിവിജ്വൽ ടേസ്റ്റിനും പ്രിഫറൻസിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെ നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽസിനും സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻഡിവിജ്വൽസിന്റെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രിഡ്ജ് ഓർ റോഡ് പ്ലാൻസ്, ഓക്കെ, ഇപ്പോൾ ഹോം പ്ലാൻസ്, ഓക്കെ, ഡിസൈൻസ്, സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഡിസൈൻസ് ഒക്കെ എന്താണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻസ് ആണ്. അവരെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവൈലബിൾ ആക്കുന്നത്. അപ്പൊ അതിനാണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ് പാറ്റേൺസ് ഓഫ് സെഗ്മെന്റേഷനിലെ 4 പാറ്റേൺസ് അല്ലെങ്കിൽ മാർക്കറ്റ് കവറേജ് ഓർ സെഗ്മെന്റേഷൻ സ്ട്രാറ്റജീസ് എന്ന് അൺഡിഫറൻഷിയേറ്റഡ്, ഡിഫറൻഷിയേറ്റഡ്, കോൺസെൻട്രേറ്റഡ്, കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് നെക്സ്റ്റ് വൺ. ലെവൽസിൽ 4 ലെവൽസ് ആയിട്ടാണ് മാർക്കറ്റ് സെഗ്മെന്റേഷനെ ക്ലാസിഫൈ ചെയ്ത്. ഫസ്റ്റ് വൺ ആണ് സെഗ്മെന്റഡ് മാർക്കറ്റിംഗ്, നിഷ് മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പാറ്റേണായിട്ട് ചെറിയ ഡിഫറൻസ് ഉള്ളൂ, നോക്കുക. ഇപ്പൊ സെഗ്മെന്റ് മാർക്കറ്റിംഗിൽ പറയുന്നത് നമ്മളെ ഈ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എങ്ങനെയാണ്, മാർക്കറ്റ് ഡിവൈഡ് ഇൻടു 2 or more സെഗ്മെന്റ്, ഈച്ച് സെഗ്മെന്റ് സെപ്പറേറ്റ് മാർക്കറ്റ് മിക്സ് ഈസ് ഡിസൈൻഡ്. ഓക്കെ, ഇപ്പൊ സെഗ്മെന്റ് മാർക്കറ്റിംഗിൽ പറയുന്നത് നമ്മളെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് തന്നെയാണ്. എൻ്റയർ മാർക്കറ്റിനെ 2 or അതിലധികം സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓരോ സെഗ്മെന്റിലേക്കും സെപ്പറേറ്റ് മാർക്കറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് സെഗ്മെന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് നിഷ് മാർക്കറ്റിംഗ് എന്നുള്ളത്. A segment within a segment, this is very small of all market, this serving a small market not served by the competitors, dividing and selling products specifically for small unexploited parts of market. It is concerned with the concentration of all marketing efforts on one selected segment within this total market segment. Okay, niche marketing എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇപ്പൊ എൻ്റയർ മാർക്കറ്റിൽ ഒരു സെഗ്മെന്റ് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ആ ഒരു സെഗ്മെന്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ഒരു സെഗ്മെന്റിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ആ സെഗ്മെന്റ് മാക്സിമം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിഷ് മാർക്കറ്റിംഗിൽ പറയുന്നത്. ഓക്കെ, ഇപ്പം കൂടുതൽ ഒരു അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്, മാർക്കറ്റിൽ ഒരു പാർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിനെ, കോമ്പറ്റീഷൻ ഇല്ലാത്ത അവിടുത്തെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്യുന്നതാണ് നിഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്.
ഓക്കെ, കോൺസെൻട്രേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് ഇത് നിഷ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒരേ ഏരിയാസ്, ഒരു മാർക്കറ്റ് സെഗ്മെന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത സെഗ്മെന്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് അവർ നീഡ്സ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നിഷ് മാർക്കറ്റിംഗിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോക്കൽ കസ്റ്റമേഴ്സിന്റെ അവരെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആണ് ഇത് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ലോക്കൽ പീപ്പിൾസിൻ്റെ, ലോക്കൽ ഗ്രൂപ്പ്സിൻ്റെ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ആണ് ഇത് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബാങ്കിങ് സർവീസ് ഒക്കെ, ചില ഏരിയാസിലുള്ള ബാങ്കിങ് സർവീസ് ഒക്കെ ലോക്കൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഈവനിങ് ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ കൂടുതലുള്ള ബാങ്കിങ് സർവീസ് ഒക്കെ അഡീഷണൽ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ലോക്കൽ പീപ്പിൾസിന് നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ആണ് ഇത് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഓർ കസ്റ്റമൈസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗിൽ പറഞ്ഞത് തന്നെയാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ദെയർ ഓൺ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ സ്പെസിഫിക് റിക്വയർമെന്റ്സിനനുസരിച്ച് അവർക്കായിട്ട് സെപ്പറേറ്റ് പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യണതിനാണ് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കമ്പനീസ് കസ്റ്റമൈസ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആൻഡ് മെസ്സേജ് ഓൺ എ one-to-one ബേസിസ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽസിന് സ്പെസിഫിക് റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനാണ് ഇത് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇത് ലെവൽസ് ഓഫ് മാർക്കറ്റിംഗിൽ പറയുന്നത്. സെഗ്മെന്റ് മാർക്കറ്റിംഗ്, നിഷ് മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. സെഗ്മെന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് തന്നെയാണ്. നിഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ദെൻ ലോക്കൽ മാർക്കറ്റിംഗ് ആണ് പുതിയതായിട്ട് വരുന്നത്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോക്കൽ കസ്റ്റമർ ഗ്രൂപ്പ്സിന് നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാം ആണ് ഇത് ലോക്കൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ദെൻ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് whom the entire marketing efforts are directed. ഓക്കെ, entire marketing efforts ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്സ്, കസ്റ്റമേഴ്സിന്റെ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് ബയേഴ്സ് on whose needs and wants a company focus its marketing efforts. ഓക്കെ, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആണ്, ബയേഴ്സിന്റെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആണ് ഇത് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. അവരെ നീഡ്സും വാണ്ട്സും കമ്പനീസ് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പനീസിന്റെ മാർക്കറ്റിംഗ് എഫേർട്സ് ഫോക്കസ് ചെയ്യുന്ന ബയേഴ്സിന്റെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആണ് ഇത് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഫിലിപ്പ് കോട്ട്ലർ ഡെഫിനിഷൻ ഉണ്ട്. Target marketing is the process of evaluating each market segment attractiveness and selecting one or more segment to enter. Okay, ഇപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ്, ഇവിടെ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നുള്ള എന്താ പ്രോസസ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ടാർഗറ്റ് മാർക്കറ്റ് ആയിരുന്നു. പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നുള്ള മീനിങ് ആണ്. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഈച്ച് മാർക്കറ്റ് സെഗ്മെന്റ് അട്രാക്റ്റീവ്നെസ് ആൻഡ് സെലക്ട് വൺ ഓർ മോർ സെഗ്മെന്റ് ടു എൻ്റർ. ഓക്കെ, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ഓരോ സെഗ്മെന്റും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓരോ സെഗ്മെന്റും ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ അട്രാക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്ന് ഒന്നോ രണ്ടോ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാം, നമ്മൾക്ക് എൻ്റർ ചെയ്യാനുള്ള, കമ്പനീസിന് മാർക്കറ്റിംഗ് എഫേർട്സ് ഡയറക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒന്നോ രണ്ടോ സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഇത് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പനീസിന്റെ എല്ലാ മാർക്കറ്റിംഗ് എഫേർട്സും ഫോക്കസ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ് ഇത് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പറഞ്ഞ മീനിങ്ങിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. It is a specific group of buyers on whose needs and wants a company focus it is marketing efforts. കമ്പനീസിന്റെ മാർക്കറ്റിംഗ് എഫേർട്സ് ഫോക്കസ് ചെയ്യുന്ന ബയേഴ്സിന്റെ ഗ്രൂപ്പ്സ് ആണ് എന്ത് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ എൻ്റർ മാർക്കറ്റ് നമ്മൾ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയസിന്റെ ബേസിൽ സെഗ്മെന്റ് ചെയ്തിട്ട് നമ്മൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെഗ്മെന്റേഷനാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ, തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, വായിച്ചു നോക്കട്ടോ. റിസോഴ്സ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ, മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ, മോസ്റ്റ് സൂട്ടബിൾ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ, മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ, കമ്പനീസിന്റെ ഇമേജ് ബിൽഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ സ്റ്റെപ്സ് ആണ്, ടാർഗറ്റ് മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഇപ്പൊ 4 സ്റ്റെപ്സ് ആണ് ടാർഗറ്റ് മാർക്കറ്റിംഗിനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളത്.
ഇപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റയർ മാർക്കറ്റ് നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യണം. ഓക്കെ, ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എൻ്റയർ മാർക്കറ്റിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ദ സെക്കൻഡ് വൺ ആണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ബെറ്റർ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് ടാർഗറ്റ് എന്നുള്ളത്. ദ തേർഡ് വൺ ആണ് ഡിസൈനിങ് ദ മാർക്കറ്റ് മിക്സ് എന്നുള്ളത്. ആ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യാനുള്ള മാർക്കറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ള മാർക്കറ്റ് മിക്സ് ആണ് 4Ps ഒക്കെ. ഓക്കെ, അപ്പോൾ അതിൽ ആ മാർക്കറ്റ് മിക്സും മാർക്കറ്റ് സ്ട്രാറ്റജീസും ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് തേർഡ് പറയുന്നത്, ഡിസൈൻ ദി മാർക്കറ്റ് മിക്സ് എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ ആണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഇൻ ദി മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ബ്രാൻഡിനെ കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റയർ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുക, അതിനാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ്. മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ നടത്തിയിട്ട് ശേഷം ആ ഓരോ സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യുക. കമ്പനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഡിസൈനിങ് ദി മാർക്കറ്റ് മിക്സ് ആണ്. ആ സെലക്ട് ചെയ്ത സെഗ്മെന്റ് അതിൽ എൻ്റർ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് മിക്സും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഡിസൈൻ ചെയ്യേണ്ടതാണ് തേർഡ് സ്റ്റേജ്. ദെൻ ഫോർത്ത് ആണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യിക്കുക, കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ബ്രാൻഡിനെ കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. ഓക്കെ, ദ ലാസ്റ്റ് ഹെഡിങ് ആണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് ഇൻ ദ കൺസ്യൂമേഴ്സ് മൈൻഡ് ഈസ് നോൺ ആസ് പൊസിഷനിങ്. ഓക്കെ, കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. ഓക്കെ, കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറിച്ചിട്ടോ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യട്ടോ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കി ചോദിക്കുക. എനിവൺ ഹാവ് എനി മെസ്സേജസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.